നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുകയാണ്. പാനൂരിലെ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വിരോധമാണ് എന്ന റിമാൻഡ് റിപ്പോർട്ട്. കൊല്ലണം എന്ന ഉദ്ദേശത്തോടെയാണ് അക്രമം നടത്തിയത്. 11 പേർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു. കണ്ടാൽ അറിയാവുന്ന 14 പേർക്ക് കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിനോസിനെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചു. കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് ആരാണ്? ഈ ചോരക്കളിക്ക് അറുതി ഉണ്ടാകുമോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ റെജി സക്കറിയ CPM, ശ്രീ KM അഭിജിത്ത് കോൺഗ്രസ്, ശ്രീമതി KK രമ RMP എന്നിവർ. ആദ്യം ശ്രീ റെജി സക്കറിയ, ഈ സർക്കാരിന്റെ പോലീസ് തന്നെ പറയുന്നു ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, രാഷ്ട്രീയ വൈരാഗ്യത്താലാണ് ഈ ആക്രമണം നടന്നത്, കൊല്ലണം എന്ന് ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു എന്ന്. ഇതിന്റെ ഉത്തരവാദിത്വം CPM പറയണ്ടേ? കേസിൻ്റെ മെരിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. തീർച്ചയായും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് ആരും പറയുന്നില്ല. തിരഞ്ഞെടുപ്പിൻ്റെ അന്നുണ്ടായ കുറേയേറെ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണിത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുൻകൂട്ടി പ്ലാൻ ചെയ്തോ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം എന്ന രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാനും കഴിയില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത്. അല്ല, അത് ശരിയല്ല ശ്രീ റെജി. സോഷ്യൽ മീഡിയയിൽ അടക്കം മുൻകൂട്ടി പറഞ്ഞ മുസ്ലിം ലീഗ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ ഓർത്തിരിക്കുന്ന ദിവസമായിരിക്കുമെന്ന് കാലേക്കൂട്ടി പ്രഖ്യാപിച്ച് പോളിംഗ് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ആയുധങ്ങളേന്തി ബോംബ് കൊണ്ടുപോയി വീട് കയറി നടത്തിയ ആക്രമണമാണ്. അതല്ലാതെ 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായപ്പോ ഒരാള് ചെയ്തു പോയ ഒരു കൃത്യമല്ല ഇത്. ഇത് കാലേക്കൂട്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് ആയുധങ്ങളുമായി പോയി വീട്ടിൽ കയറി എന്ന് പറയുമ്പോൾ വീടിനകത്തേക്ക് കയറി എന്നല്ല, അങ്ങനെ ആ ആളുകൾ ഉള്ള സ്ഥലത്ത് പോയി നടത്തിയ ആക്രമണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ കേസിന്റെ മെരിറ്റിനെ അല്ലെങ്കിൽ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ കൊലപാതകത്തെ CPMന്റെ സംസ്ഥാന നേതൃത്വവും കണ്ണൂർ ജില്ലാ നേതൃത്വവും അപലപിച്ചിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും പോസ്റ്റിന്റെ പേരിൽ അത് പ്രത്യേകമായി ആലോചിച്ചുറച്ചതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പെട്ടെന്നുള്ള പ്രൊവോക്കേഷനിൽ ഉണ്ടാകാവുന്ന ഇത്തരം പോസ്റ്റുകളും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ആസൂത്രിതമാണ് എന്ന അർത്ഥത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ പ്രയാസവുമുണ്ട്. റെജി സക്കറിയ, നോക്കൂ, ആസൂത്രിതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മുൻകൂട്ടി തീരുമാനിച്ചു പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒന്ന് എന്നുള്ളതാണല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംഘർഷം നടക്കുന്നു, ഒരു ബൂത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും അവിടെ ഒരു കയ്യാങ്കളിയും ഉണ്ടായാൽ അത് മനസ്സിലാക്കാം, അത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇത് ലീഗ് എല്ലാ കാലവും ഓർത്തിരിക്കുന്ന ദിവസമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച് ആളുകൾ സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി പോയി നടത്തിയ ഒരു കൊലയാണ്. ബോംബ് എറിഞ്ഞാണ് ആ ചെറുപ്പക്കാരന്റെ കാല് അത്ര ഭീകരമായ അവസ്ഥയിലായത്. അപ്പോ ബോംബ് വെറുതെ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങാടിയിൽ പോകുമ്പോഴോ കൊണ്ടു നടക്കുന്ന സാധനമല്ലല്ലോ. ബോംബ് എന്തിനാണ് നിർമ്മിച്ചത്? ബോംബ് എന്തിനാണ് കൊണ്ടുപോയത്? ബോംബ് എന്തിനാണ് എറിഞ്ഞത്? ആസൂത്രണമില്ലെങ്കിൽ ഒരു സംഘർഷത്തിൽ ബോംബാക്രമണം ഉണ്ടാവുമോ? ഇത് കോളറിന് പിടിച്ച് തള്ളിയ കേസല്ല, ബോംബ് എറിഞ്ഞ ഒരാളെ കൊന്ന കേസാണ്. അല്ല, അതിനെപ്പറ്റി തന്നെയാണ് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. അതിന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചില പ്രതികൾ പിടിയിലായിട്ടുണ്ട് എന്ന് പറയുന്നു. ആ തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവുകയില്ല. യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടണം, നിയമത്തിന്റെ മുമ്പിൽ വരണം, നിയമം കൊടുക്കുന്ന ശിക്ഷ അവർക്കുണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് ആ കാര്യത്തിലുള്ളത്. അതേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് പ്രതികളെ പിടികൂടുന്നില്ല? പ്രതികൾ ആരാണ് എന്നുള്ളതിലൊന്നും വ്യക്തത കുറവില്ലല്ലോ. കാരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചു, തീർത്ത് കളയുമെന്ന് പ്രഖ്യാപിച്ചു, ദൃക്സാക്ഷികളുണ്ട്. കാരണം തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്, അറിയാം ആരാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന്. എന്നിട്ടും ഒരാളെ പിടിച്ചത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിടികൂടി കൊടുത്തു, അതുകൊണ്ട് പിടിച്ചു. അവിടെ അക്രമം നടത്തിയിട്ടുള്ള മറ്റുള്ള ആളുകളെയൊക്കെ, തീവെപ്പ് നടത്തിയവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടും പിന്നെ എന്തേ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രതികൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു സംഭവം ഉണ്ടായാൽ പ്രതികളെല്ലാം പോലീസിന്റെ അടുത്തോട്ട് ചെന്ന് പിടികൊടുക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഒളിവിൽ പോയിട്ടുണ്ടാവും.
പക്ഷെ അവരെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. പോലീസ് അന്വേഷിക്കുന്നു, പിടിക്കാൻ വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണത്തെ പറ്റി പറയാൻ ഞാനിപ്പോൾ ആളല്ല. അവിടെ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ശരിയായ രീതിയിൽ പോലീസ് പിടിക്കേണ്ടതാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവും എങ്ങനെ അനുമാനിക്കാൻ കഴിയും ശ്രീ റജി സക്കറിയ? ഈ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ആരോപണ വിധേയരായ കേസാണ്. മുൻകാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ എവിടങ്ങളിലൊക്കെയാണ് സംരക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്ങനെയാണ് പിന്നീട് കേന്ദ്ര ഏജൻസികളും മറ്റുമൊക്കെ വരുമ്പോൾ പ്രതിരോധം ഉണ്ടായതെന്നും നമുക്കറിയാവുന്നതാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഏരിയ തലത്തിലുള്ള നേതാക്കളൊക്കെ തന്നെയാണ് മുൻകാലങ്ങളിൽ ഓരോ പ്രതികൾക്കും ഓരോ കേസും ഇനിയിപ്പോൾ എടുത്തു പറയണമെങ്കിൽ പറയാം. അങ്ങനെ അപ്പോൾ ഈ കേസിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ പ്രതികളായ കേസ് പോലീസ് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കും, ഈ പ്രതികളെയൊക്കെ പിടിക്കുമെന്ന് എങ്ങനെ കരുതാൻ കഴിയും? പിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ മുൻവിധിയോടുകൂടി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സമീപനം എടുക്കരുതെന്നുള്ള അഭ്യർത്ഥന എനിക്കുള്ളത്. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു വരട്ടെ, ഒരു സംശയവും വേണ്ട. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു ബൂത്തുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അതിൽ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് ആരോപിക്കാം. പക്ഷേ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, സത്യസന്ധതയുണ്ട് എന്ന് അന്വേഷണത്തിൽ വരട്ടെ, ഒരു സംശയവുമില്ല. ഞങ്ങൾ ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അത് അങ്ങേയറ്റം പ്രയാസകരമാണ് എന്ന അഭിപ്രായമാണ് എപ്പോഴും ഉള്ളത് ആ കാര്യത്തിൽ. ശരി, ശ്രീ കെ എം അഭിജിത്ത് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ല, അന്വേഷണം ശരിയായ ദിശയിലാണ്, പ്രതികളെ പിടിക്കും എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എത്ര ലാഘവത്തോടെയാണ് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയതിനു ശേഷം വളരെ ലാഘവത്തോടെ ഞങ്ങൾ വിശുദ്ധ പശുവാണെന്ന രീതിയിലുള്ള CPM-ന്റെ ഈ ന്യായീകരണം, ഇതൊന്നും ഇനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ വില പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം CPM-ന് ഉണ്ടായാൽ നല്ലതാണ്. ഒന്നറിയണ്ടേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ്, തെരഞ്ഞെടുപ്പിന് മുൻപേ സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന ചെറുപ്പക്കാർക്കുള്ള എല്ലാ മുൻകരുതൽ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ബോംബുമായി പോയിട്ടാണ് ആക്രമിക്കുന്നത്. ഇത് കയ്യാൽ ഒരാളെ അടിക്കുകയല്ല, ബോംബ് എറിഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് തെരഞ്ഞു പോവാണ്. പേര് വിളിച്ച് ആ ചെറുപ്പക്കാരനെ അടുത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനിയൻ മൻസൂർ അങ്ങോട്ട് വരികയാണ്. ആ മൻസൂറിന്റെ മേലേക്ക് ബോംബ് എറിഞ്ഞ് വെട്ടിക്കൊല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കിത് അറിയില്ല, ഇത് പോലീസ് അന്വേഷിക്കും. ഏത് പോലീസാ മിസ്റ്റർ? ഇന്നലെ ഈ പറയുന്ന മൻസൂറിനെ കൊലപ്പെടുത്തിയ ഗുണ്ടകളെ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചുകൊടുത്ത ഷിനാസ് എന്ന് പറയുന്ന പ്രതിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളെ ഈ പോലീസ് പിടിച്ചോ? ഈ പോലീസ് ഏതെങ്കിലും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായോ? അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞില്ലേ, ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ഉൾപ്പെടെ ബാംഗ്ലൂരിൽ നിന്ന് CPM ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബസ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നു. ആ ബസ്സിൽ ഉൾപ്പെടെ പ്രതികൾ രക്ഷപ്പെടാൻ വഴിയുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. പോലീസ് പറഞ്ഞ ആരുടെയെങ്കിലും വാക്ക് കേൾക്കാൻ തയ്യാറായോ? ഈ കൊലപാതകത്തിനെല്ലാം ഒത്താശയം ചെയ്ത് CPM പോയപ്പോ ആ CPM-നുള്ള പിന്തുണ കൊടുക്കുകയല്ലേ പോലീസ് ചെയ്തത്? ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ പോലീസിൽ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇന്നലെ ഇന്ന് റിമാൻഡ് ചെയ്യപ്പെട്ട ഷിനാസിനെ പിടിച്ചുകൊടുത്തത് കേരള പോലീസിലെ ഏതെങ്കിലും ആളുകൾ വീട് റെയ്ഡ് പോയിട്ടല്ല. ശ്രീ അഭിലാഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ 20ഓളം വരുന്ന യൂത്ത് ലീഗിന്റെ, MSF-ന്റെ ലീഗിന്റെ ചെറുപ്പക്കാർ ഇന്ന് ജയിലിലാണ്, റിമാൻഡ് ചെയ്യപ്പെട്ടു. എന്താ കാരണം? ഇന്നലെ ഏതോ ഓഫീസിലെ 4 കസേര പൊളിഞ്ഞു പോലും. ആ 4 കസേര പൊളിഞ്ഞതിന്റെ പേരിൽ പള്ളിക്കാട്ടിൽ പോയി പ്രിയപ്പെട്ട മൻസൂറിന്റെ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ചെറുപ്പക്കാരുൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച് കസ്റ്റഡിയിൽ എടുത്തു എന്ന് മാത്രമല്ല, അവരെ റിമാൻഡ് ചെയ്യാൻ പോവാ. ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പ് കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യമുണ്ട്, ഈ കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കാൻ ആരാ മിസ്റ്റർ അധികാരം കൊടുത്തത് എന്ന് ചോദിച്ചത് മജിസ്ട്രേറ്റാണ്. ഈ രീതിയിൽ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും ലീഗിന്റെയും പ്രവർത്തകരെ വീടുകളിൽ കയറി റെയ്ഡ് ചെയ്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് CPM-ന് അനുഭവം പ്രകടിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നു. അതേ സമയത്ത് 21 വയസ്സുള്ള ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കിയിട്ട് കൊന്നുകളഞ്ഞിട്ട് ആ തെമ്മാടികളെ പിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പിണറായി വിജയന്റെ ശിഷ്യത്വം സ്വീകരിച്ച ചില പോലീസുകാർ, എന്തിനേറെ പറയുന്നു, ഇന്ന് പോലീസിലെ മറ്റാളുകൾക്ക് ചുമതല കൊടുത്തു. ആർക്കാ ചുമതല കൊടുത്തത്? CPM ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ കിടന്നു കൊടുക്കുന്ന ആളുകൾക്ക്. ഈ രീതിയിൽ കണ്ണൂരിനെ വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചയക്കാൻ CPM തയ്യാറാവുകയാണ്. അവിടെ കഴിഞ്ഞോ? P. ജയരാജന്റെ മകൻ ഇന്നലെ എന്താ പറഞ്ഞത്? എരന്ന് വാങ്ങിയതാണത്രേ. P. ജയരാജന്റെ മകന് ഇത് കിട്ടിയാൽ P. ജയരാജ് ഇത് പറയുമെന്ന് നമുക്ക് നോക്കാം. ഇനി ന്യായീകരിക്കുന്ന CPM-കാരുടെ മക്കൾ, നിങ്ങൾക്കാണ് ഈ ഗതിയെങ്കിൽ നിങ്ങൾ ന്യായീകരിക്കുമോ?
നിങ്ങളുടെ മക്കൾക്കാണ് ഈ ഗതിയെങ്കിൽ നിങ്ങൾ ന്യായീകരിക്കോ? 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാളെ മേലേക്കും കുതിര കയറാൻ പോകാത്ത ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞിട്ട് ഇതുപോലെ ന്യായീകരിക്കാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്കല്ലാതെ ആർക്കാ സാധിക്കും? ശരി ശരി, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീമതി രമ, CPM പറയുന്നത് ഞങ്ങൾ അവിടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്, പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണ്. അത് വിശ്വസിക്കണോ? മഹാകഷ്ടമുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മനുഷ്യനെ കൊല ചെയ്ത് വെട്ടി നുറുക്കിയിട്ട് അതിന് എത്ര ലാഘവത്തോടു കൂടി നമുക്ക് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. വല്ലാതെ പ്രയാസം, വല്ലാതെ കഷ്ടമാണ് ഇത്. എത്ര രാത്രികൾ ഇതേപോലെ ചർച്ച നടത്തി. ഒരുപക്ഷെ സഖാവ് TP കൊല ചെയ്തതിനു ശേഷം മാസങ്ങളോളം ഇപ്പോഴും നാം ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനിക്കുന്നില്ലല്ലോ അഭിലാഷേ, ഇത് നമുക്കിത് നിർത്താൻ കഴിയുന്നില്ലല്ലോ. 21 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് ഇന്നലെ എടുത്തിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? എന്തായിരുന്നു ഉണ്ടാകുന്ന പ്രശ്നം? എന്തിനാണ് ആ മോനെ കൊല ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത്? അത് ഏറ്റവും വളരെ ലാഘവത്തോടു കൂടി ഇത് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ? നിങ്ങളവിടെ CPM അവിടെ ആത്മസംയമനം പാലിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ കൊന്നിട്ടുള്ള ആത്മസംയമനാണോ ഇവർ പാലിക്കാൻ വേണ്ടി പോകുന്നത്? എവിടേക്കാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ട് എത്തിക്കുന്നത്? ഇതിനെവിടെയാണ് അവസാനം ഉണ്ടാകുന്നത് അഭിലാഷേ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരുപക്ഷെ മരിച്ച ആളുടെ സ്കോറുകൾ എണ്ണിപ്പോകുന്ന ഒരു അവസ്ഥ നാം പലപ്പോഴും ചർച്ചകളിൽ കേൾക്കുന്നുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് CPM ഈ കൊലയാളികളെയൊക്കെ നഗ്നമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനാണ് മാറ്റം വരേണ്ടത്. ഇപ്പൊ ഇന്നലെ മിനിയാന്ന് കൊല നടന്നിട്ട് ഇതുവരെ ഒരാളെയാണല്ലോ അറസ്റ്റ് ചെയ്തത്. ഏകദേശം 25ഓളം കൊലയാളികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമായി രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇത്രയും സമയമായിട്ട് ഒരു കുട്ടിയെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അവർ തന്നെ പറയുകയാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും, ഒളിച്ചിട്ടുണ്ടാവും. ഇനി എന്തിനാണ് ഈ പോലീസ് സംവിധാനം? എന്തിനാണ് ഇവിടെ ആഭ്യന്തര വകുപ്പ്? രാജിവെച്ച് പോയിക്കൂടെ? ഒരു കൊലയാളികളെ നമ്മുടെ പ്രദേശം, അതും തൊട്ടടുത്ത് അവിടെയൊക്കെ ചുറ്റുപാടുമുള്ള ആളുകളെ. പിന്നെ ഇത് പറയുന്ന ആസൂത്രിതമല്ല, പെട്ടെന്നുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എന്ത് ഉറപ്പില്ലായ്മയാണ് ഈ പറയുന്നത്? കാരണം ബോംബ് കൊണ്ട് ഒരു വീടുകളിലേക്ക് കയറി ഭീകരാന്തരം സൃഷ്ടിച്ച്, അന്തരീക്ഷം സൃഷ്ടിച്ച്, വടിവാട് കൊണ്ട് വെട്ടുന്നത് ആസൂത്രിതമല്ലേ? എങ്ങനെയാണിത് പറയാൻ കഴിയുക? എവിടുന്നാ ബോംബ് കിട്ടിയത്? എവിടുന്നാ ഈ ആയുധങ്ങൾ കിട്ടിയത്? ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 മണിക്കൂറാകുമ്പോഴേക്കും ഇതൊക്കെ ശേഖരിച്ച് വളരെ കൃത്യമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആസൂത്രിതമല്ല എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അതിൻ്റെ യുക്തി എന്താണ്? എങ്ങനെയാണ് ഇത് വിശദീകരിക്കാൻ കഴിയുക? ഇനി കൊലയാളികളെ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റജി സക്കറിയ അവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഏറ്റവും ശക്തമായ ശിക്ഷ കൊടുക്കുമെന്നും വിശ്വസിക്കണോ? ഞങ്ങൾ ഈ കേരളത്തിലെ ഞങ്ങൾ വിശ്വസിക്കണം? അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. സഖാവ് TP ചന്ദ്രശേഖരനെ കൊല ചെയ്ത കൊലയാളികളെ നിങ്ങൾ എന്താ ചെയ്തത്? എത്ര ആളുകളെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? അവിടെ 1-ാം പ്രതിയായിരുന്ന അനൂപിനെ വീട് വെച്ചു കൊടുത്തത് ആരാണ്? മുഹമ്മദ് ഷാഫിക്ക് കല്യാണം ഉൾപ്പെടെ MLA-യുടെ കാർമ്മികത്വത്തിൽ കല്യാണം നടത്തി കൊടുക്കുക. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇവിടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് പറയുന്നത്. കൊലയാളികളെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം തയ്യാറായാൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കൊല എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? ഇത് അവരുടെ ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കൊലയെ മാറ്റി തീർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ഈ കൊലയാളികളെ സംരക്ഷിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് CBIയുടെ കേസ് പോകരുതെന്ന് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ, കോടികൾ ചെലവഴിച്ചുകൊണ്ട് കേസ് നടത്താൻ വേണ്ടി ഒരു സർക്കാർ തയ്യാറാവുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നിങ്ങൾ കൊലയാളികളെ സംരക്ഷിക്കാതെ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? അവരെ ഞങ്ങൾ സംരക്ഷിക്കില്ലെന്ന് തീരുമാനമെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ആർജവമുണ്ടോ? ഈ ഗൂഢാലോചനക്കാർ, അതുപോലെ ഗൂഢാലോചന നടത്തിയ ആള് കയ്യാമം വെക്കാതെ ഇത് അവസാനിക്കില്ല അഭിലാഷേ. ഇതിനാരാണോ ആസൂത്രണം അവർ പിടിയിലാക്കപ്പെടണം. ഏതെങ്കിലും പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റിൽ വെച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് തൽക്കാലം ഒരു സമാധാനം ഉണ്ടാക്കുകയല്ല നമുക്ക് ആവശ്യം.
ഏറ്റവും അവസാനത്തെയാൾ. നമുക്ക് ഇതിനാരാണോ ഇതിനകത്തെ കണ്ണി, ആ കണ്ണിയെ പുറത്തു കൊണ്ടുവരണം. അതിന് ആർജവമുണ്ടോ ഭരണക്കാർക്ക്? അതിന് ആർജവമുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? പിന്നെ വീണ്ടും വീണ്ടും ഈ ചർച്ച വളരെ വേദനയുണ്ട്. നമുക്ക് കേട്ടിരിക്കാൻ കഴിയുന്നില്ല, കണ്ടിരിക്കാൻ കഴിയുന്നില്ല. എത്ര കാലം നീറിയ അമ്മ ആ കുടുംബം കഴിയണം അഭിലാഷേ. ഞങ്ങളൊക്കെ നീറി കഴിയുകയാണ്. ഒരു എന്തിന്റെ പേരിലാണ് നഷ്ടപ്പെട്ടത് ജീവൻ? അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ? എന്ത് അവകാശമാണ് ഇവർക്ക് ജീവൻ എടുക്കാനുള്ളത്? രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അവർ പരസ്യമായി വിചാരണ ചെയ്യണം. ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ഇവിടെ വിചാരണ ചെയ്യണം. ഇനി ഒരു നിമിഷം പോലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വാഴിക്കാൻ ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും അതാണ് ജനം തീരുമാനമെടുക്കേണ്ടത്. എത്ര കാലമായി ശ്രീ റജി സക്കറിയ ഇങ്ങനെ ഭർത്താവ് നഷ്ടപ്പെട്ട വനിതകൾ, അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ, ഇത് എത്രയോ കാലമായി കേരളത്തിന്റെ ശാപമായി ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്? കൊല്ലുന്ന ആളുകളാണ് അത് അവസാനിപ്പിക്കേണ്ടത്. കൊല്ലുന്ന ആളുകൾ ഞങ്ങൾ ഇനി കൊല്ലില്ല എന്ന് തീരുമാനിച്ചാൽ കഴിയുന്ന പ്രശ്നമാണ്. കൊലപാതകത്തിന് എവിടെയാണ് രാഷ്ട്രീയം? അപ്പോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല കൊലപാതകമെന്ന് സ്വന്തം പാർട്ടി അണികളെ പഠിപ്പിക്കാൻ ഏറ്റവും കുറഞ്ഞത് പ്രമുഖ നേതാക്കളുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ മക്കളെയെങ്കിലും രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിയണ്ടേ CPM-ന്? അത് തന്നെയാണ്. CPM മാത്രമാണോ ഇപ്പം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ, ഞാൻ കണക്ക് പറയുകയല്ല, ഇപ്പോൾ ഒരു മരണത്തിന്റെ ഒരു വേദനാജനകമായ ഒരു കൊലപാതകത്തിന് മുമ്പിൽ ഞാൻ പഴയ കണക്ക് പറയുകയല്ല, പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഈ 6 മാസത്തിനിടയിൽ 6 CPM പ്രവർത്തകർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു. 2 പേരെ കൊന്നത് RSSകാരാണ്. 3 പേരെ കൊലപ്പെടുത്തിയത്, ഈ 4 പേരെ കൊലപ്പെടുത്തിയത് ഇപ്പൊ ഇവിടെ അല്ലാതെ സമാധാനത്തെ പറ്റിയൊക്കെ വർത്തമാനം പറഞ്ഞ അഭിജിത്തിന്റെ പാർട്ടിക്കാരാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതുപോലെ 1987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് രാത്രിയിലാണ് കയ്യൂരിൽ 5 പാർട്ടി പ്രവർത്തകരെ കത്തിച്ചു കൊന്നത്, ആഫീസ് കത്തിച്ചു കൊലപ്പെടുത്തിയത്. നമ്മൾ ഇവിടെ വർത്തമാനം പറയുമ്പം സമാധാനത്തിന്റെ മാടപ്പിറാവുകളാണ് എന്ന രീതിയിലൊന്നും കോൺഗ്രസ് അവകാശപ്പെടേണ്ട ഈ കാര്യത്തിൽ. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ആര് കൊലപ്പെടുത്തിയാലും ആര് കൊല്ലപ്പെട്ടാലും മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ മുൻകാലങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴുള്ള ഒരു കൊലയ്ക്കുള്ള നീതീകരണമാകുന്നില്ലല്ലോ. ആരും കൊല്ലരുത്, ആരും കൊല്ലപ്പെടരുത്. അതിൽ ഇപ്പോ ഈ കൊലപാതകം എന്നുള്ളതിനെ ന്യായീകരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങളുടെ സഖാക്കളുണ്ടല്ലോ ഫേസ്ബുക്കിൽ, നമ്മൾ എത്ര പേരെ കണ്ടു. അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ മഹത്തായ കാര്യമാണ്, വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇന്നലെ തന്നെ ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി ജയരാജന്റെ മകൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതേ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സഖാവ് പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു ന്യായീകരണവുമില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് കൊലപാതകം ആര് നടത്തിയാലും അപലപിക്കേണ്ടതാണ്, ഒരു സംശയവുമില്ല. അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. ഇന്നലെ ആ ചെറുപ്പക്കാരന്റെ പ്രയാസകരമായ കൊലപാതകത്തിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങൾ, ഗർഭിണി, ആ കുഞ്ഞുങ്ങൾ, അതിൽ പല മരണപ്പെട്ട ആളുകളുടെയും മക്കൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിന്റെ അത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ കൊലപാതകം നടന്നിട്ട്. ആ ഗർഭിണിയുടെ നൊമ്പരം തന്നെയാണ്. അതൊന്നും കാണാതെ അത് കാണുന്നില്ല എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആരാണ് ആ കണ്ണീര് കാണാത്തത്? ആരാണ് ആ കണ്ണീര് കാണാത്തത്? ആരും കൊല്ലപ്പെടരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇനി കൊല്ലാനുള്ള ലൈസൻസ് ആവുന്നില്ലല്ലോ. ഈ പ്രതികളെ സംരക്ഷിക്കുന്ന കാര്യം ഇവിടെ ശ്രീമതി കെ രമ അവരുടെ സ്വന്തം അനുഭവത്തിൽ പറഞ്ഞു. അത് അവരുടെ മാത്രം അനുഭവമല്ല. പാർട്ടിക്ക് വേണ്ടി കൊന്നാൽ ബാക്കി എന്തിനും പാർട്ടിയുണ്ട്. ഈ പറയുന്ന കൊലപാതകികളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, കല്യാണം നടത്താൻ, ജയിലിൽ സംഗതികൾ എത്തിച്ചു കൊടുക്കാൻ. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചാവേറാവുകയോ കൊല്ലുകയോ ചെയ്താൽ അവരെ ആജീവനാന്തകാലം സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം കൊലപാതകികൾ ഉണ്ടാവും. അവർ ഊരിയ വാളുകൾ ഉറയിലിടില്ല. ഇനിയും ചോര കൊതിച്ച് നടക്കും. അപ്പോ കൊലപാതകം നിർത്തണമെന്ന് തീരുമാനിക്കണം ശ്രീ റജി സക്കറിയ. ഒരു സംശയവുമില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ലായിരുന്നു. പാനൂരും മട്ടന്നൂരും ഒക്കെ RSS വലിയ പ്രകോപനം ഉണ്ടാക്കിയിട്ട് പോലും, നിരവധി CPM പ്രവർത്തകർക്ക് നിഷ്ഠൂരമായ അക്രമം ഏറ്റിട്ട് പോലും അവിടെ സംയമനം പാലിക്കുകയാണ് CPM ചെയ്തത്. ഇത് തികച്ചും ആകസ്മികമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിന് ഒരു തരത്തിലും CPM ന്യായീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ
എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. ഒരു ജീവനും പൊലിയാൻ പാടില്ല എന്നുള്ള വ്യക്തമായ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ CPM-നുള്ളത്. ഒരു സംശയവുമില്ല. സംഭവിച്ചു പോയ ഒരു കാര്യത്തെ പറ്റി ഇനിയും അത് ആവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമേ ഇവിടെ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയൂ. ഈ ആവർത്തിക്കാതിരിക്കുക എന്ന കാര്യം എത്ര തവണ ഈ ടെലിവിഷൻ ചാനലുകളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കൊല നടത്തി കഴിയുമ്പോഴും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യം. എന്നിട്ട് ആവർത്തിക്കുന്നല്ലോ ഇതുപോലെയുള്ള 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതം എന്താണ് എന്ന് അറിഞ്ഞു തുടങ്ങാത്ത പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ കുഴിമാടത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പൊ ആവർത്തിക്കരുത് എന്ന് ഓരോ കൊലപാതകത്തിന് ശേഷവും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊരു കൊലപാതകം നടത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ, എങ്ങനെയാണ് ആകസ്മികമാകുന്നത് എന്നാണ് ഗൂഢാലോചന ഏതെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുമ്പോഴേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഗൂഢാലോചന ഏതെങ്കിലും നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ. അല്ലാത്തടത്തോളം കാലം സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു പ്രൊവോക്കേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ബോധപൂർവം ചെയ്തതാണ് എന്ന് ഇവിടെ മറ്റു പാർട്ടിയുടെ ആളുകൾ വന്നിരുന്ന ഈ ചാനലിൽ പറഞ്ഞാൽ ബോധപൂർവം അല്ലാതെ അത് കേട്ടിട്ട് പോകാൻ ആളുകള് ബോംബ് കൊണ്ട് നടക്കുമോ സാർ? ഇരകളായ ആളെ കൊല്ലാൻ വേണ്ടി എറിയുന്ന ബോംബും കൊണ്ടാണോ CPM നടക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണോ ഈ ബോംബ് കൊണ്ടുനടക്കലും കൊലപാതകൾ കൊണ്ടുനടത്തതൊക്കെ? അതാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ അത്? അതന്നെ ഞാൻ പറഞ്ഞത്, ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അല്ലേ? CPM-ന് ഒരു വടിവാള് കിട്ടി. തെരഞ്ഞെടുപ്പാകുമ്പോ സ്ലിപ്പ് ഉണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും. ഒരാള് ചോദിക്കുന്നത് അല്ല, ശ്രീ രജി സക്കറിയ വടിവാളൊന്നും എടുക്കാത്ത വളരെ വളരെ നല്ല മാടപ്രാവുകളല്ല അങ്ങനെ വർത്താനം പറഞ്ഞ എല്ലാവരുടെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ മറുപടി പറയുന്നതിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ തരത്തിലേക്ക് ചർച്ചയെ വലിച്ചെടുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടുമുണ്ട് ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നടന്ന സംഭവത്തെ വെട്ടുവെട്ടി കൊന്നു കളഞ്ഞപ്പോ ആ മനുഷ്യന്റെ കൂടി ഓർമ്മകൾ അയവർക്കൊണ്ട് ഇവിടെ ശ്രീമതി KK രമ ഇവിടെ നിൽക്കുകയാണ്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്വന്തം ഭർത്താവിനെ കൊന്നു തള്ളിയ പ്രതികൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് CPM-ന്റെ MLA-മാരാണ്. പിന്നെ നിങ്ങളുടെ ഏത് വാക്കിൽ വിശ്വസിക്കണം ജനങ്ങൾ? മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിയറിഞ്ഞവന് നാളെ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പദവിയല്ല. അവിടെ നിങ്ങൾ തൊട്ടടുത്ത കണ്ണൂരിൽ ഷുഹൈബിനെ വെട്ടിയറിഞ്ഞ ആകാശ് തില്ലങ്കേരി എന്ന് പറഞ്ഞ കൊടു ക്രിമിനൽ ആരുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് പോകുന്നു? നിങ്ങൾ ഏത് പ്രതികളെയാണ് നിങ്ങൾ തള്ളിപ്പറഞ്ഞത്? പ്രതികൾക്കുള്ള എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് പിന്നെയും വെള്ളരിപ്രാവ് ചമയുകയാണ് CPM. ഇതിനുള്ള മറ്റൊരു മറുപടി പറയാനുണ്ട്. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ ദിവസമായി പറയുന്ന കാര്യം, വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം ഉൾപ്പെടെ DYFIയുടെ നേതാക്കളുടെ പങ്കെന്താ അതിൽ? ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ കോൺഗ്രസിന്റെ തലയിലേക്ക് വരുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട മൻസൂറിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ ന്യായീകരിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് CBI അന്വേഷണത്തെ നിങ്ങൾ ഭയപ്പെടുന്നു? നിങ്ങളുടെ CPM-ന്റെ DYFIയുടെ സെക്രട്ടറിയുടെ പങ്കെന്താ അതിൽ? നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളിന്ന് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഇതൊന്നും ചെയ്യാതെ ഒരു 21 വയസ്സുകാരനെ കൊന്നു തള്ളിയപ്പോ അതിനെ ന്യായീകരിക്കാൻ കുറെ കണക്കുമായി വരുമ്പോ അതിനെന്തെങ്കിലും ആത്മാർത്ഥത പുലർത്തണ്ടേ? ഇത് കേട്ടു നിൽക്കുന്ന കേരള ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ശ്രീമതി KK രമ ഇവിടെ പറയുന്നത് വർത്താനം പറഞ്ഞു പോകരുത്. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. പിന്നെ നിശബ്ദമായി കൊണ്ടുപോകണോ? അങ്ങനെ പറയരുത്. എങ്ങനെ പറയരുത്? ഇതിലേതാ ഞാൻ പറഞ്ഞതിൽ വാസ്തവ വിരുദ്ധമായ ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് വാസ്തവ വിരുദ്ധമായ ഏത് കാര്യം ഇവിടെ പറയുന്നു? ഇല്ല, പറഞ്ഞോളൂ. നിങ്ങൾ 2-3 പേരിരുന്ന് നിരന്തരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ നിശബ്ദനാകുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അജണ്ടയോടുകൂടി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിലെ അജണ്ട രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ഒരു ചോരയും കണ്ണീരും വീഴരുത് എന്നത് മാത്രമേ ഉള്ളൂ. ശ്രീ രജി സക്കറിയ, ഇനി ആരും അതിപ്പോ എല്ലാ ചർച്ചയിലും പറയുന്നതാണ്. ഞാൻ തന്നെ എത്രയോ തവണ കഴിഞ്ഞ 12-13 വർഷത്തിനിടെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല. എത്രയോ തവണ ഇത് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു വേദന ഉണ്ടാവും. അത് താങ്കളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. തീർച്ചയായിട്ടും വേദന. ഞാൻ പറഞ്ഞല്ലോ, ഞാനും മനുഷ്യനാ. തീർച്ചയായിട്ടും എന്റെ അനുജന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഇവിടെ അത്യാഹ്ലാദത്തോടെ വന്ന് വർത്തമാനം പറയുകയല്ല, നൊമ്പരത്തോടു കൂടിയാ. അദ്ദേഹം മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് കൊല ചെയ്യപ്പെടാൻ അർഹനെന്നല്ല.
ഇവിടെ ശ്രീമതി രമ വന്ന് വർത്തമാനം പറയുന്നുണ്ടല്ലോ. ആ ശ്രീമതി രമയെ പോലെ തന്നെ ഒരുപാട് വിധവകൾ നമ്മുടെ കേരളത്തിൽ നൊമ്പരത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് താങ്കൾ പറഞ്ഞിടത്ത് ഞാൻ എത്തുന്നത്. ഇതിനി ആവർത്തിക്കാൻ പാടില്ല, അതിന് ഏത് അറ്റം വരെയും ഇടപെടുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പം അതിൽ കൂടുതൽ വീണ്ടും വീണ്ടും കുത്തിച്ചോദിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാ നമുക്ക്? പറയാൻ പറ്റുമോ? ബോംബുമായിട്ടാണ് ലീഗുകാരനെ ആക്രമിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ലേ? ഡിവൈഎഫ്ഐക്കാർക്ക് ബോംബ് ആരുണ്ടാക്കി കൊടുക്കുന്നു? CPM ഈ കേസിൽ 25 പ്രതികളിൽ CPM നേതാക്കളുണ്ട്. ബോംബ് ആരുണ്ടാക്കി കൊടുക്കുന്നു? വീടുകളിൽ നിന്ന് ബോംബ് ഉണ്ടാക്കി കൊണ്ടുപോവോ? അല്ലെ പാർട്ടി ഓഫീസുകളിൽ നിന്നോ? കണ്ണൂരിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ കുറെ നാളുകളായി, ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. പാർട്ടി അണികൾക്ക് ബോംബും വടിവാളും കൊടുവാളും മഴുവും കൊടുത്ത് ആളുകളെ ജീവനൊക്കെ നിങ്ങൾ എങ്ങോട്ടാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഇവിടെ CPMന്റെ ചെങ്കൊടി പിടിക്കാത്ത ആളുകൾക്ക് ജീവിക്കണ്ടേ? CPMന്റെ കൊടിയല്ലാതെ മറ്റു കൊടി പിടിക്കുന്ന ആളുകൾക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾ വകവരുത്തുമോ? ഇങ്ങനെ ബോംബ് കൊടുത്ത് വടിവാൾ വെച്ച് ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞിട്ടും ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കട്ടെ. എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അവിടെ ഉണ്ടായ രാവിലെ മുതൽ ഉണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും ജീവിക്കണം, അത്രയേ ഉള്ളൂ. CPMന്റെ 2 പ്രവർത്തകർക്ക് നിഷ്ഠൂരമായ മർദ്ദനം അവിടെ ഏറ്റു. ലീഗിന്റെ ശക്തി കേന്ദ്രമാ. അവിടെ മറ്റാർക്കും ഓപ്പൺ ഔട്ട് ചെയ്യാൻ പ്രായമായ ഒരു മാതാവിനെ കൊണ്ട് ചെയ്യുമ്പോൾ ആ ജനങ്ങളെ ദയവ് ചെയ്ത് കബളിപ്പിക്കല്ലേ? ജനങ്ങളെ ദയവ് ചെയ്ത് കബളിപ്പിക്കല്ലേ? ഏത് CPMകാരൻ അവിടെ ഓപ്പൺ വോട്ട് ചെയ്യാതെ പോയത്? ഏത് CPMകാരൻ ഓപ്പൺ വോട്ട് ചെയ്യാതെ പോയത്? നിങ്ങൾ അറിയണം. കണ്ണൂരിൽ ഈ ചർച്ച കാണുന്ന ആളുകൾ അറിയണം. പയ്യന്നൂരിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ മാറ്റിവെച്ചോ? അത് മറുപടി കണ്ണൂരാണ്. ആരെയും ബൂത്തുകളൊക്കെ ഇത്രയും നിഷ്ഠൂരമായി മർദ്ദിച്ചു. ലീഗിന്റെ ഗുണ്ടകൾ നിഷ്ഠൂരമായി നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു, ശ്രീ റജീദ് സക്കറിയ, ആളുകളെ വിഡ്ഢികളാക്കരുത്, ആടിനെ പട്ടിയാക്കരുത്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെ ഉൾപ്പെടെ കൈയേറ്റം ചെയ്ത് ഇതേ കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ള മലപ്പുറം ജില്ലയിൽ ആക്രമണം നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ള മലപ്പുറം ജില്ലയിൽ സമാധാനപരമായ ഇലക്ഷൻ നടക്കുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ബൂത്തുകളുള്ള ഇടം അത് കണ്ണൂരാണ്. ആരുണ്ടാക്കിയതാ? CPM അല്ലാതെ ആരുണ്ടാക്കിയതാ? സനൂപ് എന്ന് പറയുന്ന 2 CPM പ്രവർത്തകരെ ലീഗിന്റെ ഗുണ്ടകൾ നിഷ്ഠൂരമായി അവിടെ മർദ്ദിച്ചു. മറുപടി വീട്ടിൽ കയറി വെട്ടിക്കൊല്ലല്ലോ, ഈ മരിച്ച മൻസൂർ അല്ലല്ലോ മർദ്ദിച്ചത്. കൊലപാതകത്തെ ന്യായീകരിക്കാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ജനങ്ങൾ കാണുകയാണ്. ശരി അഭിജിത്ത്, ശരി, ഓക്കെ. ശ്രീമതി രമ, നോക്കൂ, എല്ലാ കൊലപാതകങ്ങളും ഉണ്ടാവുമ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവും. നടന്ന സംഭവങ്ങൾ പറയണ്ടേ? ശരി, ഞാൻ വരാം ശ്രീ റജീദ് സക്കറിയ, താങ്കളിലേക്ക് വരാം. ഇല്ല, നമുക്ക് എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ പ്രതികൾക്ക് കിട്ടുന്ന സംരക്ഷണം കൊണ്ടല്ല. അതായത് ഇങ്ങനെ ഒരു കേസിൽ പ്രതിയാവുക എന്നുള്ളതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ പ്രതിയായാൽ ആ പ്രതിയാവുന്ന ആളുടെ ജീവിതം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾ പിന്നെ ഒരിടത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും അയാളുടെ കുടുംബമാകെ കുഴപ്പമാവുകയും ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്താൽ, ഈ കൊല ചെയ്താൽ അവിടെ കൃത്യമായ സംരക്ഷണം കിട്ടുന്നുണ്ട്, കുടുംബക്കാരൊക്കെ നല്ല നിലയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാകും എന്നുള്ളത് കൊണ്ടാണോ ഇത് നമ്മൾ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ച ചെയ്യേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും അഭിലാഷി, അതൊരു പ്രധാന ഘടകമാണ്. കാരണം പിന്നെ നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കോടതി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. കോടതി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും അത് സമൂഹത്തിനൊരു മാതൃകയാണ്. ആ ശിക്ഷ നാളെ ആ കേസ് ആവർത്തിക്കപ്പെടരുത് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ശിക്ഷ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ശിക്ഷ കൊടുത്ത് ജയിലിലാക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നടത്തുകയാണ്. CPM ായുള്ള സംരക്ഷണമാണ് ഈ പ്രവർത്തനത്തിന് വീണ്ടും വീണ്ടും പ്രചോദനമാകുന്നത്. കൊല നടക്കുന്നത് എന്തോ വീരകൃത്യം ചെയ്തതിന്റെ പോലെയാണ് അവരെ സ്വീകരിക്കപ്പെടുകയും അവരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത ആളുകൾക്ക് വലിയ പരിവേഷമാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് അപ്പൊ സമൂഹത്തിന് അതൊരു മാതൃകയല്ലേ? അത് ചെയ്തത് ശരിയാണ് എന്നല്ലേ തോന്നുന്നത്? നിങ്ങൾ നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് അതാ. CPM ഒരുപക്ഷെ ഈ കൊലക്കേസിൽ CPMന്
പങ്കുണ്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ പുറത്താക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു, രാമചന്ദ്രൻ. പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് ഞങ്ങളുടെ കേസിലെ പ്രതിയായിരുന്ന രാമചന്ദ്രനെ പാർട്ടി പുറത്താക്കി, കോടതി ശിക്ഷിച്ചതിന്റെ പേര്. രാമചന്ദ്രന്റെ തലയിൽ ആ കേസ് മുഴുവൻ വെച്ചിട്ട് രാമചന്ദ്രനാണ് ചെയ്തതെന്ന് പറഞ്ഞ് രാമചന്ദ്രനെ പാർട്ടി പുറത്താക്കി. പക്ഷേ രാമചന്ദ്രന്റെ മകന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി കൊടുത്തു, ആ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി. അതുപോലെ തന്നെ MC അനൂപിന്, ഒന്നാം പ്രതി അനൂപിന് വീട് വെച്ചു കൊടുക്കുകയും കുടുംബ ചെലവ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിയാണ്. അതിൽ എല്ലാ പ്രതികളെയും സംരക്ഷിക്കുന്നത് പാർട്ടിയാണ്. ഇപ്പൊ ഷുഹേബിനെ കൊല ചെയ്ത ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ ചെറുപ്പക്കാരാണ് ഈ കൊലയാളികളായിട്ട് പ്രധാനമായിട്ടും വരുന്നത് എന്ന് നാം ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ചെറുപ്പക്കാരെയൊക്കെ ഇങ്ങനെ ക്രിമിനലുകളായി വളർത്തുന്നത് വലിയ പങ്കില്ലേ പാർട്ടിക്ക്? എങ്ങനെയാണ് അവരെ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക? അതല്ലേ അവസാനിപ്പിക്കേണ്ടത്? അതുമാത്രം അതൊരു വശം. അതിനപ്പുറത്തേക്ക് ഗൂഢാലോചന നടത്തിയ ആളുകൾ ഒരിക്കലും പിടിക്കപ്പെടുന്നില്ല. അവരുടെ കയ്യിൽ കയ്യാമം വെക്കാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല അഭിലാഷേ. അപ്പൊ പാർട്ടി നേതൃത്വങ്ങൾ പലപ്പോഴും ഇതിനകത്ത് പങ്കാളികളാണ്. പക്ഷെ ആ നേതൃത്വം അവർ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തനത്തിന് ഇതൊക്കെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണുകയാണ്. എതിരാളികളെ കൊല്ലുക, അവരെ ഉന്മൂലനം ചെയ്യുക, അങ്ങനെ പാർട്ടി വളർത്തിക്കൊണ്ടുവരിക എന്നൊരു തന്ത്രം. സംഘടനയൊക്കെ ചിലപ്പോൾ സംഘടനത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതും ഒക്കെ ചിലപ്പോൾ നമുക്കതിനെ മറ്റൊരു വശമായിട്ട് കാണാൻ കഴിയും. പക്ഷെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ അത് ഈ CPM-ലല്ലേ നടക്കുന്നത്? അത് വേറെ പാർട്ടിയിൽ ഉണ്ടാവുന്നുണ്ടോ? അവിടെയാണ് നാം അത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതാണ് ഇപ്പൊ മൻസൂറിന്റെ കൊല ആസൂത്രിതമാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ബോംബും ആയുധങ്ങളും കിട്ടുന്നത്? അത് അവർ ശേഖരിച്ചിട്ട് വെട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങൾ മുന്നേ നാം അനുഭവല്ലേ, കണ്ണൂരിൽ ഒരു ബോംബ് പെട്ടി ഇവിടെ അഴിയൂരുള്ള ഒരു ചെറുപ്പക്കാരന്റെ 2 കൈയും പോയിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കുന്നതാണ്. ബോംബ് നിർമ്മിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് ആ ചെറുപ്പക്കാരന് 2 കൈപ്പത്തിയും നഷ്ടപ്പെട്ടത്. അപ്പോൾ ബോംബ് ഉണ്ടാക്കാൻ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകരെ, ചെറുപ്പക്കാരെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നാം ഈ പാർട്ടിയിൽ കാണുകയാണ്. ഇത് ഏറ്റവും അപകടകരമല്ലേ? നാം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പാർട്ടി എതിരാളികളെ ശത്രുതാപരമായി കാണുക, പകപോക്കൽ രാഷ്ട്രീയം. ഈ പകയുടെ രാഷ്ട്രീയം നമ്മുടെ മണ്ണിൽ എന്നാ അവസാനിക്കുക? എന്തുകൊണ്ട് സൗഹാർദ്ദപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ മണ്ണിൽ ഇല്ലാതെ പോകുന്നു? അത് കേരളത്തിന്റെ പ്രത്യേകിച്ചും കേരളത്തിന്റെ മണ്ണ് അങ്ങേയറ്റം ഏറ്റവും പുരോഗമനപരമെന്ന് നാം അവകാശപ്പെടുന്ന ഒരു മണ്ണിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇത് കാണേണ്ടി വരുന്നത്. നിരവധി ആളുകൾ, നേരത്തെ റജിയൽ സക്കറിയ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരുപാട് വിധവമാരുണ്ട് എന്നുള്ളതിന് എനിക്ക് ആ വാക്ക് പോലും പറയുന്നതിനോട് യോജിപ്പില്ല. അത് അത്രയേറെ വേദന ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്. നിങ്ങൾ അങ്ങനെ ആക്കുകയാണ് ഞങ്ങളെ. അങ്ങനെ ആ വേദന, അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ രക്തസാക്ഷി കുടുംബങ്ങളുടെ വേദന നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, രക്തസാക്ഷി ദിനാചരണങ്ങൾ കൊല്ലം തോറും നടത്തുന്ന ഒരു പാർട്ടിക്ക് ആ ദിനാചരണം നടത്തുന്നത് ഒരല്പമെങ്കിലും മനസ്സിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കണ്ടേ? ഇത് നാളെ മറ്റൊരു കുട്ടിക്ക് ഞങ്ങൾ ഇത് നടത്തില്ല, ഈ കൊലപാതകത്തിനെ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, ഇനി നടത്തിയ ആളുകളെ ഈ പാർട്ടി സംരക്ഷിക്കില്ല, അവരെ ഞങ്ങൾ തള്ളിപ്പറയും, അവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന തീരുമാനം എന്തേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തത്? പാർട്ടിക്കാരെ നിങ്ങൾ എങ്ങനെയാ സംരക്ഷിക്കുന്നത്? സഖാവ് ടിപിയുടെ കൊലയാളികളെ മുഴുവൻ സംരക്ഷിക്കുന്നു. എത്ര പരോള് കിട്ടി? കുഞ്ഞനന്ദൻ മരിച്ച സമയത്ത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എങ്ങനെയാണ് അവിടെ പോയിട്ട് ആ തരത്തിൽ വാക്കുകൾ, എത്ര വീരോചിതമായ സ്വീകരണമാണ് മരണാനന്തര ഇതിൽ അവിടെ നടത്തപ്പെട്ടത്? എങ്ങനെ കൊലയാളികളെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് ഒരു പാർട്ടി. നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും. കോടതി കൊലയാളി എന്ന് ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും പാർട്ടി കോടതി തീരുമാനിച്ചാലേ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. എങ്ങനെയാ ആ സ്ഥിതി വരുന്നത്? അത് അവസാനിപ്പിക്കണ്ടേ? പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയും? ഈ കൊലപാതകം നിങ്ങൾ പറയൂ, ഞങ്ങൾ പറയാം. നിങ്ങൾ എങ്ങനെ അനുസരിക്കണം? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കുറെ ലീസ്റ്റ് പറയും, കുറെ സ്കോറുകൾ ഉണ്ടാവും, ഇത്രയും രക്തസാക്ഷികൾ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ നിർത്തണം ഈ സ്കോർ പറയൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്, വല്ലാതെ പ്രയാസമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നഷ്ടപ്പെടുമ്പോൾ ആ വേദന നിങ്ങൾ ഉൾക്കൊണ്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇത് അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഒരു പാർട്ടി ആ ആർജവമാണ് കാണിക്കേണ്ടത്. പിന്നെ എങ്ങനെ നിങ്ങൾ ബോംബുണ്ടാക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്നു? ബോംബുണ്ടാക്കാൻ ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇത്ര താവളങ്ങൾ നമുക്കുണ്ടാകുന്നത്? ക്രിമിനൽ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാർട്ടിയായി മാറുന്നു. അവിടെയല്ലേ അത് അവസാനിപ്പിക്കേണ്ടത്? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മുടെ നാട്ടിൽ അവസാനിക്കുക? അതാണ് ശ്രീ റജി സക്കറിയ ചോദ്യം. ഇവിടെ ബോംബുണ്ടാക്കിയ കാര്യം പറഞ്ഞല്ലോ. ബോംബുണ്ടാക്കിയത് കൊണ്ടാണ് എറിയാൻ ബോംബുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഒരാളൊഴിഞ്ഞ പറമ്പിൽ തെങ്ങിന് ഇങ്ങനെ നിന്ന്
ബോംബ് കെട്ടുന്നതിനിടെ അത് പൊട്ടി കൈപോയത്. ഇത് നടക്കാണ്. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലല്ല. എനിക്ക് തോന്നുന്നു ശ്രീ റജി സക്രിയയ്ക്ക് കോട്ടയം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ കണ്ണൂരിൽ അങ്ങനെയാണ്. അത് തിരുത്താൻ നിങ്ങളുടെ പാർട്ടി ഏത് ഘടകമായാലും തീരുമാനമെടുത്ത് ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, കൊല്ലുക എന്നുള്ള ഒരു വീരകൃത്യമല്ല എന്ന് പഠിപ്പിക്കണ്ടേ? കൊല്ലൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷിക്കാനുള്ള എന്തോ വലിയ മഹത്തായ കാര്യം ചെയ്തു എന്ന് കാണാനുള്ള ഒരു കാര്യമല്ല എന്ന അടിസ്ഥാന രാഷ്ട്രീയ വിദ്യാഭ്യാസം, ജനാധിപത്യ മൂല്യങ്ങൾ ഈ കേഡർമാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? തീർച്ചയായും ഒരിക്കലും കൊല്ലാനോ കൊല്ലിക്കാനോ പഠിപ്പിക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ ഒരു തെറ്റായ വിശദീകരണം ആ കാര്യത്തിൽ വേണ്ട. ഇത് പറഞ്ഞ പല ആളുകളും ഇന്നലകളിൽ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാവുന്ന ആളുകളുമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പിന്നെ ബോംബ് ഉണ്ടാക്കുന്നത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ സഖാവ് പിണറായി വിജയന്റെ കട്ടൗട്ടറിന്റെ തല വെട്ടി മാറ്റി ആ തലയോടൊപ്പം 4 ബോംബ് കൂടെ കിട്ടി. അത് ഞാൻ സ്കോർ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ഒരു നേട്ടം പറയാനോ വേണ്ടിയല്ല ഇത് പറയുന്നത്. ബോംബൊക്കെ കേരളത്തിന്റെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ആരാണ് കൂടുതൽ ഉണ്ടാക്കുന്നതെന്നും എതിരാളികളെ ആ തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആരാണെന്നും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്യാം. ചില വൈകാരികമായ പ്രശ്നങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ ഞാൻ അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ കാര്യത്തിൽ മൻസൂർ എന്ന് പറയുന്ന ആ അനുജന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം അപലപിക്കുകയും ദുഃഖം രേഖപ്പെടുത്തുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇടപെടുകയും ചെയ്യാം. അപ്പൊ മുമ്പേ ചോദിച്ചല്ലോ, എങ്ങനെ എല്ലാ ചർച്ചകളിലും അവസാനം ഇങ്ങനെ ആവർത്തിക്കാതിരിക്കുമെന്ന് പറയും, പിന്നെയും ഇതുണ്ടാകും. നമുക്ക് കണ്ണൂരിന്റെ അനുഭവപാഠം തന്നെയുണ്ട്. 3 വർഷമായി കണ്ണൂരിൽ അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല. കോഴിക്കോട് കഴിഞ്ഞ കുറെ കാലമായിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നടന്നത് എവിടെയാണ്? അതിന്റെ യഥാർത്ഥ ഇരകൾ ഞങ്ങളാണ്, കൊലയാളികൾ. ഇപ്പൊ സ്കോർ പറയരുത് എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ആകസ്മികമായി ഉണ്ടായ കൊലപാതകമാണോ റൌഫ് അബ്ദുൾ റഹ്മാന്റെ? കാസർഗോഡ് ആ ചെറുപ്പക്കാരൻ ഭാര്യയ്ക്ക് മരുന്ന് മേടിക്കുവാൻ പൈസ വായ്പ മേടിച്ച് ബൈക്കിൽ പോകുമ്പോഴാണ് നിഷ്ഠൂരമായ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്നത്. അതിന്റെ കൊലയാളികളെ 6 ദിവസം കഴിഞ്ഞാട്ട് 2 പേരെ പിടിക്കുന്നത്, അല്ലാതെ മിനിറ്റ് വെച്ചൊന്നും പിടിച്ചിട്ടില്ല. ഇതൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായം തന്നെയാണുള്ളത്. ശ്രീമതി രമ പറഞ്ഞതിനോടും ആ കാര്യങ്ങളിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. ഉണ്ടാകാൻ പാടില്ല. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എല്ലാവരും, ഒരു സംശയവുമില്ല. ശരി, എല്ലാവരും ഊരിയ വാളുകൾ ഉറയിലിടണ്ടേ? അഭിജിത്ത്, ഔഫ് അബ്ദുൾ റഹ്മാന്റെ കാര്യം പറഞ്ഞു. ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിലാണ് കാഞ്ഞങ്ങാട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പ്രതികൾ മുസ്ലിം ലീഗുകാരായിരുന്നു. ആ പ്രതികൾ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇവിടെ CPM പ്രവർത്തകരാണ് പ്രതികൾ. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ജനാധിപത്യപരമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുകയും അണികളെ അത് ബോധിപ്പിക്കുകയും വേണ്ട. ഒരു കൂട്ടർ മാത്രമാണ് കൊല്ലുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉദാഹരണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള മണിക്കൂറുകളിലാണ് 5 പേരെ ഒറ്റയടിക്ക് കൊന്നത്. നേരത്തെ ഇവിടെ റജി സക്കറിയ പറഞ്ഞ ചീമേനി. അപ്പോൾ അതുണ്ടാവുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അപമാനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം. അഭിലാഷ്, 2 കാര്യം, ഒരു കാര്യത്തിന്റെ മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ സമയം വരെ CPM ഓഫീസിൽ നിന്ന് ബോംബുണ്ടാക്കി കൊടുത്തതിനെ പറ്റി ശ്രീ റജി സക്കറി ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വാദം മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെ ബോംബുകൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയണം. ആരാ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോ ഇന്നലെ CPM ഓഫീസിൽ നിന്ന് എറിയാനുള്ള ബോംബ് CPM ഓഫീസിൽ നിന്ന് അല്ലാതെ ലീഗിന്റെ ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണോ? അപ്പൊ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഒന്ന് അവസാനിപ്പിക്കുക. 2, ഈ കോഴിക്കോട് ജില്ലയിലാണ് ബോംബ് ഉണ്ടാക്കുന്നതിനിടെയുള്ള സ്ഫോടനത്തിൽ 1-ലധികം മുസ്ലിം ലീഗ് പ്രവർത്തകർ മരിച്ചത്. അതിന്റെ സംഖ്യ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. ശ്രീ അഭിലാഷ്, ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കൂ. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ ശ്രീ റജി സക്കറെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നു, റൌഫ് അബ്ദുറഹ്മാന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രതികളെ സംരക്ഷിക്കാൻ പോയോ? ഞങ്ങൾ ഏതെങ്കിലും പ്രതികൾക്ക് വക്കീലിനെ ഏർപ്പാട് ചെയ്തോ? ഞങ്ങൾ ഏതെങ്കിലും പ്രതികൾക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് കാമുകിയെ കാണാൻ ജയിലിൽ സൗകര്യമൊരുക്കിയോ? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ പോയിട്ട് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിയോ? ഞങ്ങൾ പോയി ഔഫിന്റെ വീട്ടിലേക്ക്
അത് മുസ്ലിം ലീഗിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി KP മജീദ് ന്യായീകരണത്തിന്റെ ഭാഷയിൽ തന്നെയാണ്. അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു ക്ലബിന്റെ വരാന്തയിൽ എന്തോ ഇരിക്കുമ്പോൾ അവർ അങ്ങോട്ട് വന്ന് ആക്രമിച്ചു എന്ന മട്ടിലാണ് വർത്തമാനം പറഞ്ഞത്. അതിനുശേഷം ഈ തങ്ങൾമാർ വീട്ടിലൊക്കെ പോയെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തങ്ങളൊക്കെ പോയത് 2 ദിവസം കഴിഞ്ഞ് ഈ കൊലപാതകം നടന്ന ദിവസം അതിനെ ന്യായീകരിക്കലായിരുന്നു ആ പാർട്ടിയുടെ നേതാക്കളുടെ പണി. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജനാധിപത്യത്തെ വിചാരിച്ച് ഈ വാളുകളൊക്കെ ഉറയിലിട്ട് ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. അഭിലാഷ്, ഞങ്ങൾ വാൾ ഉറയിലിടാൻ ഞങ്ങൾക്ക് വാളുമില്ല ഉറയുമില്ല. നിങ്ങൾ മനസ്സിലാക്ക്. അതിന്റെ കൂടെ ഇവിടെ ന്യായീകരിക്കുന്ന ആളുകൾ ഒരിക്കൽ കൂടി ചിന്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നുകളഞ്ഞ പ്രതികളുണ്ടല്ലോ, അതിലൊരാൾക്ക് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള ടിക്കറ്റ് കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാരവാഹിത്വം കൊടുത്തത് ആരാ? ഞങ്ങളാണോ അഭിലാഷ്? ഇവിടെ ഈ പറയുന്ന നിങ്ങളറിയാലോ 27 വയസ്സുള്ള ഷുഹൈബ്, ആ ഷുഹൈബിനെ കൊന്നുകളഞ്ഞ ആകാശ് തില്ലങ്കരി ഇന്ന് CPM-ന്റെയും DYFIയുടെയും ധീരനായ യോദ്ധാവാ. എന്താ യോദ്ധാവാകാനുള്ള കാരണം? 24-ാമത്തെ വയസ്സിൽ 27 വയസ്സുള്ള ഷുഹൈബിനെ കൊന്നു തള്ളി. ആ ആകാശ് തില്ലങ്കരിക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും. ഇന്നും CPM-ന്റെ വലിയ മുഖമായി മാറുകയാണ്. എവിടെയാ? റിമാൻഡിലല്ല കേട്ടോ, ഇന്നും പുറത്തിരിക്കുകയാണ്. ഇന്നും പുറത്ത് CPM-ന്റെ കൊട്ടേഷൻ പരിപാടികളായിട്ട് നടക്കുകയാണ്. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ വിധവയായിട്ടുള്ള ശ്രീമതി KK രമേശ് ഇതിലുണ്ടല്ലോ ചർച്ചയിൽ. അവരുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതികൾക്ക് സംരക്ഷണം കൊടുത്തത് പാർട്ടിയല്ലേ? നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? കൊലപാതക കേസിലെ പ്രതികൾക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കി മുന്നോട്ട് പോകുന്നു CPM. എന്നാൽ അതേപോലെ ഒരു ആരോപണം ഞങ്ങളുടെ പേര് ആരോപിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? ഞങ്ങൾ ഒരിക്കലും കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും വിധേനയ കൊലപാതകത്തിൽ ഏർപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനുമില്ല. അത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രോത്സാഹനം ഞങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ തിരുത്തേണ്ടത്, ഇവിടെ കൊലപാതകത്തിലെ പ്രതികൾക്കിനി ഞങ്ങൾ സംരക്ഷണം കൊടുക്കില്ല എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ CPM. ശ്രീ റജി സക്കറിയ, ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നീതി കിട്ടാൻ വേണ്ടി എവിടെ വരെ പോകേണ്ടി വരുന്നു എന്നുള്ളതും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ എങ്ങനെയാണ് CBI അന്വേഷണം സാധ്യമാക്കിയത്? അത് എങ്ങനെയൊക്കെ തടയാൻ CBI ഈ കേസ് അന്വേഷിക്കുന്നത് തടയാൻ എങ്ങനെയൊക്കെ സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഷുഹൈബിന്റെ ഉമ്മയ്ക്ക്, ഫസലിന്റെ ഭാര്യയ്ക്ക് ഒക്കെ ഇവിടുത്തെ ഏജൻസിയെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവർക്ക് CBIയുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെടേണ്ടി വരുന്നത്. അതൊരു കാരണവശാലും നടക്കരുത് എന്ന ആഗ്രഹത്തിൽ എന്തൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നറിയാമല്ലോ. സുപ്രീം കോടതി അഭിഭാഷകർ വരുന്ന പണവും ഈ പാവപ്പെട്ടവരും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് അടയ്ക്കുന്നത്. ആ നിലയിൽ കൊലപാതകം നടന്നാൽ അതിനുശേഷമുള്ള അന്വേഷണത്തോടും ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടില്ലേ? ശ്രീ അഭിലാഷ്, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ അഭിജിത്ത് പറഞ്ഞ കുറെ കാര്യം കേൾക്കാൻ എനിക്ക് പറ്റിയില്ല, ഇവിടുത്തെ ചില തകരാറ് കൊണ്ട്. ഇപ്പൊ അഭിലാഷ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം. ഇവിടെ CBI അന്വേഷണത്തെ പറ്റി പറഞ്ഞു. ഒരു വ്യക്തമായി ഇതിന്റെ പ്രതികളെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞ് ബോധപൂർവം CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള കുറെ ആളുകളെ പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്നുള്ള രാഷ്ട്രീയ ലാക്കോടുകൂടി നടത്തുന്ന അന്വേഷണങ്ങൾ, അത്തരം അന്വേഷണങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം സംവിധാനങ്ങൾ, CBI പോലുള്ള സംവിധാനങ്ങളെല്ലാം സുതാര്യവും സത്യസന്ധവുമായി നടത്തുന്നുവെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബോധപൂർവം രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി പ്രതിപട്ടികയിലേക്ക് CPM നേതാക്കന്മാരെ വലിച്ചിഴക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ നിയമപ്രകാരം കോടതി മുഖാന്തരം നേരിടുവാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളെ രക്ഷിക്കാനോ കുറ്റവാളികളെ സംരക്ഷിക്കാനോ അല്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഭിജിത്ത് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി ഞാൻ വാങ്ങാൻ കൊടുത്ത നികുതിയിൽ നിന്നല്ല, നിങ്ങളുടെ CPM-ന്റെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ വേണ്ടത് അതൊക്കെ പാർട്ടി ഓഫീസിൽ നിന്നാ. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ വേണ്ടി ക്രിമിനലുകളൊക്കെ എന്താ പ്രതികളൊക്കെ CPM-കാരാ. ഇവിടത്തെ പ്രതികളാരും മറ്റ് പാർട്ടിക്കാരല്ല മിസ്റ്റർ. ഇവിടത്തെ എല്ലാ പ്രതികളും സ്റ്റേറ്റിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ പറയൂ. അല്ല, എല്ലാത്തിനും കയറി ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അദ്ദേഹം 10 മിനിറ്റ് ഇവിടെ സംസാരിച്ച ആളല്ലേ. പിന്നെ അങ്ങനെ കയറി എല്ലാത്തിനും കയറി അങ്ങ് വർത്തമാനം പറയാൻ പോയാലോ? ഞങ്ങൾക്കും പറയാനുള്ള ജനാധിപത്യപരമായ അവകാശം ഉണ്ടാകണം. അഭിലാഷ്, ഞാൻ പറയുന്നു, ഇദ്ദേഹം തന്നെ ഇപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, കൊലക്കേസ് പ്രതിയെ ജില്ലാ പഞ്ചായത്ത് മത്സരിപ്പിച്ചെന്ന്. മമ്പറം ദിവാകരൻ ആരാ?
ശ്രീ മമ്പറം ദിവാകരനാണ് കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെ മത്സരിച്ചത്. കൊലക്കേസ് പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് പുറത്തു വന്നയാളാണ്. അപ്പം അത്തരം വീരവാദങ്ങളൊന്നും ഇവിടെ മുഴക്കേണ്ട കാര്യമില്ല. ഇവിടെ അഭിലാഷ് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ചില കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യത്തിൽ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ. CBIയുടെ അന്വേഷണത്തെ അത്ര സുതാര്യവും സത്യസന്ധവുമായിട്ട് അഭിജിത്തിന്റെ പാർട്ടിക്കാർ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള അവരുടെ പാർട്ടിക്കാർ അത് കാണുന്നില്ല എന്ന അഭിപ്രായമായിരിക്കും. ഈ കോടതി നടപടിക്രമങ്ങളിൽ ഒരു അഭിപ്രായം പറയിക്കുകയല്ല ചെയ്തത്. സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ, മനീന്ദർ സിംഗിനെ പോലെയുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഏത് വിധേനയും ഈ പാവപ്പെട്ട ആളുകൾ, അരപ്പട്ടിണിക്കാരായ ആളുകൾ നടത്തുന്ന നിയമ പോരാട്ടമുണ്ടല്ലോ, അതിനെ മറികടക്കാൻ സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ ഇവിടെ കൊണ്ടുവന്ന് ഒരു കാരണവശാലും CBI അന്വേഷണം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ പ്രവർത്തിച്ചു സർക്കാർ. ആ അഭിഭാഷകർ വന്നതിന്റെ ചെലവുണ്ടല്ലോ, അവരോട് വന്ന് ബിയറും അണ്ടിപ്പരിപ്പും കഴിച്ചതിന്റെ ചെലവ് വരെ ആ പാവങ്ങളടക്കം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. അതിന്റെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അഭിലാഷ്, ഇവിടെ സ്റ്റേറ്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ് അന്വേഷിച്ച, ഗവൺമെന്റ് അന്വേഷിച്ച ഒരു കേസിന്റെ ആ കേസിനെ മറ്റു വഴിക്ക് തിരിച്ചു വിടണമെന്നുള്ള നിലപാടല്ല സ്റ്റേറ്റിനുള്ളത്. അതെ, തീർച്ചയായും നിരപരാധിയെ പിടിക്കുന്നതിന് തടയാനുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനുണ്ട്, ഒരു സംശയവുമില്ല. ഇത് ബോധപൂർവം CPIയുടെ നേതൃത്വത്തിനെതിരെ കുറ്റവാളികളാക്കി കൊണ്ടുവന്ന് കേസെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ VPP മുസ്തഫയുമായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് പരസ്യമായി പറഞ്ഞു, മുസ്തഫ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, CBI വരുന്നു, നിങ്ങൾ ഇനി അധികകാലം പുറത്തു നിന്ന് വർത്താനം പറയുകയാണെന്ന് കേരളത്തിലെ പ്രമുഖ ചാനൽ കൂടി പറഞ്ഞതാണ്. അങ്ങനെ മുൻകൂട്ടി പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന കോൺഗ്രസും BJPയും കൂടെ നടത്തിക്കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമത്തിനെതിരെ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഓക്കെ ശ്രീമതി രമ, ഇവിടെ ഈ കേസുകൾ അന്വേഷിക്കപ്പെടുന്ന രീതി എന്നുള്ളത് ഇരകൾക്ക് നീതി കൊടുക്കുന്ന വിധത്തിലാണോ? എന്തുകൊണ്ടായിരിക്കും CBI അന്വേഷണം നടക്കാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി സർക്കാരിനും CPM-നും ഉണ്ടാവുന്നത്? അല്ല, യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സത്യസന്ധമായി അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുകയും കേസിൽ യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതികളെ പിടിക്കപ്പെടും. പക്ഷെ അത് നടക്കുന്നില്ല പലപ്പോഴും. എന്താ ചെയ്യുന്നത്? ഈ രാഷ്ട്രീയ നേതൃത്വം വളരെ കൃത്യമായി ഇടപെടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കേസന്വേഷണം സുതാര്യമായി പോവില്ല. യഥാർത്ഥ പ്രതികളിലേക്ക് കേസന്വേഷണം എത്തില്ല, യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടില്ല. അപ്പോഴാണ് മറ്റ് ഏജൻസികൾ വേണമെന്ന് ആവശ്യം അതിന്റെ ആളുകൾ, ഇരയാക്കപ്പെട്ട കുടുംബത്തിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ ഈ കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ഇവർക്ക് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആളുകളെ CBI അറസ്റ്റ് ചെയ്യും എന്തിനാണെന്ന് മുൻകൂട്ടി ധാരണ. ഇപ്പോൾ ബഹുമാനപ്പെട്ട റജി സക്കറിയ പറഞ്ഞല്ലോ, ചൂണ്ടിക്കാണിക്കപ്പെട്ട ആളുകൾ പിടിക്കപ്പെടും എന്നതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. എന്ത് ന്യായീകരണമാണത്? എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? അങ്ങനെ ഏതെങ്കിലും ആളെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു കൊടുത്താൽ അറസ്റ്റ് ചെയ്യുന്ന ഏജൻസികളാണോ ഇതൊക്കെ? അപ്പോൾ എന്തിനാണ് ഭയക്കുന്നത്? ആ ഭയമല്ലേ ഏറ്റവും വലിയ യഥാർത്ഥ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമെന്ന ഭയമാണ്. ആ ഭയം കൊണ്ടാണ് കോടികൾ, നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പോലും കോടികൾ ചെലവഴിച്ചുകൊണ്ട് വക്കീലന്മാരെ നിർത്തിക്കൊണ്ട് കേസ് വാദിക്കാൻ വേണ്ടി ഒരു സർക്കാർ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് ഈ കേസ് എത്തുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട്. ഞങ്ങളുടെ കേസിന്റെയൊക്കെ ഉദാഹരണം എടുക്കൂ അഭിലാഷേ. ഒരുപക്ഷെ ആ സമയത്ത് UDF സർക്കാർ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ആ കേസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധരായ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അനൂപ് കുരുവിളയെ പോലെയുള്ള, ഷൗക്കത്ത് അലിയെ പോലുള്ള ഏറ്റവും സത്യസന്ധരായ ധൈര്യമുള്ള പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് അന്വേഷണത്തിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം, രാഷ്ട്രീയ ഇടപെടലില്ലാതെ. ആ അന്വേഷണം ഒരു പരിധിവരെ രാഷ്ട്രീയ ഇടപെടലില്ലാതെ പോയതുകൊണ്ടാണ് യഥാർത്ഥ പ്രതികളെ പിടിച്ചത്. ഒരു P. മോഹനിൽ എത്തുന്നവരെ ആ കേസ് വളരെ കൃത്യമായി പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു ഇടപെടലും
കേസിലും അത് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ വളരെ കൃത്യമായി ആ ഒരു തരത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കേസുകൾ തെളിയിക്കപ്പെടാൻ കഴിയും. പക്ഷേ ഇവിടെ നടക്കുന്നുണ്ടോ? എല്ലാ കേസിലും വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടക്കും. കാരണം സ്വന്തക്കാരായ ആളുകളായിരിക്കും അതിനകത്തുണ്ടാവുക. അപ്പോൾ സ്വന്തക്കാരായ ആളുകളെ പിടിക്കപ്പെടാതിരിക്കാനുള്ള ഇടപെടൽ നടത്തും. അതുവരെ എന്തായിരുന്നു സ്ഥിതി? കൊല നടത്തിയാൽ പാർട്ടി ഒരു ലീസ്റ്റ് കൊടുക്കും. ആ ലീസ്റ്റ് കൊടുക്കുന്ന ആളുകളല്ലേ പലപ്പോഴും പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീമതി രമ, ശ്രീ റെജി സക്കറിയ, ശ്രീ അഭിജിത്ത് സംസാരിച്ചതിന്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ പൊതു മനസാക്ഷി പറയുന്ന കാര്യമാണ്. അത് ഇനിയെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ നേതൃത്വങ്ങളുടെ ചെവിയിലെത്തട്ടെ. ഈ നശിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ നാടിന്റെ ശാപവും കണ്ണീരുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.